സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജ് അധികാരികളുടെ കാടത്തത്തിന്റെ അവസാനത്തെ രക്തസാക്ഷി ജിഷ്ണു പ്രണോയ്. പതിനഞ്ച് ദിവസം മുന്നേ അറിയിപ്പ് നടത്തി മാത്രമേ പരീക്ഷ നടത്താവുന്ന, അവരെ ചോദ്യം ചെയ്യാൻ വളരുന്ന ഒരു കുഞ്ഞവിടെ ഉണ്ടെന്ന് തിരിച്ചറിയുകയും മുളയിൽ നുള്ളി മാറ്റുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇവർ ഈ പ്രവീൺ എന്ന് പറയുന്ന കാബാലികനെ ഇവനെ വേട്ടയാടാൻ നിയോഗിച്ചിട്ടുള്ളത്. സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജ് അധികാരികളുടെ കാടത്തത്തിന്റെ അവസാനത്തെ രക്തസാക്ഷി ജിഷ്ണു പ്രണോയ്. നല്ല ബുദ്ധിയുള്ള നല്ല മോനാവും. കുട്ടികളെ നന്നായി സ്നേഹിക്കുന്ന ചാച്ചാജി എന്ന് വിളിക്കുന്ന നെഹ്റുവിന്റെ പേരിലാണ് ഈ കാടത്തം. ഇടിമുറി എന്ന് മറ്റു കുട്ടികൾ വിശേഷിപ്പിക്കുന്ന മുറിയിലേക്ക് അവനെ എത്തിക്കുകയും 10-20 മിനിറ്റോളം ഞങ്ങളെ കുഞ്ഞിനെ ആ മുറിയിൽ നിന്ന് കൊല ചെയ്യുകയായിരുന്നു. ആ വൈസ് പ്രിൻസിപ്പാളാണ് ഇത്രയ്ക്കും കാരണം. ഇത് അവിടെ ഒരു വലിയൊരു ഗുണ്ടാ സംഘമുണ്ട്. എൻ്റെ ജീവിതം എൻ്റെ പോരാട്ടമാണ്, റെവല്യൂഷനാണ്. ഈ സംഭവം ഉണ്ടായതിനു ശേഷം കുറേ കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു. അവരും പറയുന്നത് ഞങ്ങൾക്ക് പ്രതികരിക്കാൻ പറ്റത്തില്ല. ഒരിക്കലും അങ്ങനെ ചെയ്യൂല. ഈ 4 പേര് കൂടി ഇവനെ ശരിക്കും കൊലക്ക് കൊടുത്തത്. ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, ഞങ്ങളെ കുട്ടി നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനിയൊരു കുഞ്ഞിനും ലോകത്ത് ഈ ഗതി വരേ. ഒരു ജവാൻ മരിച്ച മാതിരി എനിക്ക് എൻ്റെ മോൻ മരിച്ചിട്ട് തോന്നുന്നത്. ഇന്ത്യ കാക്കുന്ന ഒരു പട്ടാളക്കാരൻ മരിച്ചാൽ എങ്ങനെയുണ്ട്, അതുപോലെ ബാക്കിയുള്ള മക്കൾക്ക് രക്ഷ വരട്ടെ. ഈ മാതാപിതാക്കളുടെ സ്വപ്നങ്ങളെയും പ്രതീക്ഷകളെയും 6 അടി മണ്ണിലൊടുക്കാനുള്ള ധൈര്യം നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? എൻ്റെ ഞാളെ വീട്ടിൽ കൊണ്ടുവന്ന് കിടത്തിയാൻ പാടെ ഞാൻ പറഞ്ഞു, ഞാൻ കരിയാണ്ട് ഞാൻ പോയി ഇരിക്കും എൻ്റെ മോൻ്റെ അടുത്ത് നിന്ന്. എന്നിട്ട് കസേലയിട്ടിട്ട് ഞാൻ കരിയാണ്ട് എൻ്റെ മോൻ്റെ അടുത്ത് ഒരുപാട് സമയം ഇരുന്ന് എൻ്റെ മോനെ ഒരുപാട് ഉമ്മ വെച്ച്, എൻ്റെ മോനെ തണുത്ത മോനെ ഞാൻ ഒരുപാട് ഉമ്മ വെച്ച്. യൂണിവേഴ്സിറ്റി എക്സാമിനിടെ കോപ്പി അടിച്ചു എന്ന വ്യാജ ആരോപണത്തെ തുടർന്ന് കോളേജ് അധികാരികളുടെ മാനസികവും ശാരീരികവുമായ പീഡനങ്ങളെ തുടർന്നും ജീവൻ നഷ്ടപ്പെട്ട 18കാരൻ. ക്രിട്ടിക്കൽ സ്റ്റേജിലായ ജിഷ്ണുവിനെ ആശുപത്രിയിൽ എത്തിക്കാൻ അവിടെയുള്ള ഒരു അധ്യാപകന്റെ കാർ ഉണ്ടായിരുന്നിട്ടും അയാൾ ആ കാർ എടുക്കാൻ കൂട്ടാക്കി. മരിച്ചു കഴിഞ്ഞപ്പോൾ ഹോസ്റ്റലിൽ പ്രവീൺ സാർ താഴെ തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാറും ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം പോകാൻ തയ്യാറല്ലായിരുന്നു. എന്നിട്ട് അവിടുന്ന് മറ്റൊരു സീനിയർ വിദ്യാർത്ഥിനെ ഞങ്ങൾ വിളിച്ചുകൊണ്ട് വരികയായിരുന്നു ചെയ്തിരുന്നത്. പ്രവീൺ സാർ കൂടെ പോയെന്ന് എനിക്കറിയത്തില്ല. ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രവീൺ സാർ വണ്ടി എടുത്ത് ഞാൻ പറഞ്ഞു, സാർ ഒന്ന് പോയി നോക്കൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രവീൺ സാറിനെ പറഞ്ഞു കൊടുത്തു. ഹോസ്റ്റലില്ല, ഒരാൾ പോലും ഉണ്ടായില്ല. ഒന്നതാണ് ആ കോളേജിൻ്റെ പ്രിൻസിപ്പൽ കൃഷ്ണകുമാർ, ആ കോളേജിൻ്റെ CEO സഞ്ജിത്ത്, ആ കോളേജിലെ ഇതിന് നേതൃത്വം കൊടുത്ത അധ്യാപകൻ CP പ്രവീൺ, ഇവരും അവിടുത്തെ ഒരു തമിഴനായുള്ള വൈസ് പ്രിൻസിപ്പാളും ചേർന്ന് ഞങ്ങളുടെ മകനെ കൊന്നതാണ്. ആ വൈസ് പ്രിൻസിപ്പാളാണ് ഇത്രയ്ക്കും കാരണം. എനിക്കറിയാം, എനിക്ക് മാത്രമല്ല അവിടെ എല്ലാവർക്കും അറിയാം. ജിഷ്ണു കോപ്പി അടിച്ചതുമായി ബന്ധപ്പെട്ട് യാതൊരു തെളിവുകളും യൂണിവേഴ്സിറ്റിയിൽ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല കോളേജ് അധികൃതർക്ക്. ഒരാൾ കോപ്പി അടിച്ച് പിടിക്കപ്പെട്ടാൽ അന്ന് വൈകുന്നേരത്തിന് മുമ്പ് യൂണിവേഴ്സിറ്റിക്ക് റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ് ചട്ടം. ആ ചട്ടമനുസരിച്ച് കോപ്പി അടിച്ചതോ ആയോ കോപ്പി അടിച്ച് പിടിച്ചതായോ ഉള്ള യാതൊരു രേഖകളും യൂണിവേഴ്സിറ്റിക്ക് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ജിഷ്ണു കോപ്പി അടിച്ചിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമായിരിക്കും.
ഞങ്ങളോട് തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു. മുന്നിലത്തെ കുട്ടിയുടെ പേപ്പർ നോക്കി എഴുതി എന്നുള്ള രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു. ഇന്നലെ ഞങ്ങളെ കുഞ്ഞിനെ മണ്ണിലേക്ക് കൊണ്ടുപോയതിന് ശേഷം അവൻ്റെ കൂട്ടുകാരൻ നെഞ്ചു പൊട്ടിക്കൊണ്ട് അവൻ്റെ കൂട്ടുകാരൻ ഡൽഹിയിലുള്ള അവൻ്റെ അമ്മയെയും അച്ഛനെയും വിളിച്ചു വരുത്തി. അപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന വിവരം ഞങ്ങൾക്ക് മനസ്സിലായത്. കോപ്പിയടിയെ നടന്നിട്ടില്ല, നോക്കിയെഴുത്ത് പോലും അവിടെ നടന്നിട്ടില്ല. അപ്പോൾ കോപ്പി അടിച്ച് പിടിക്കപ്പെട്ടു എന്നുള്ള ഒരു തെറ്റിദ്ധാരണ ഉളവാക്കി, അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്ന് ജിഷ്ണു മോശക്കാരനാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചത് ആരാണ് എന്നുള്ളത് വളരെ ഗൗരവത്തോടുകൂടി കാണേണ്ടിയിരിക്കുന്നു. ആടിനെ പട്ടിയാക്കിയും പട്ടിയെ പേപ്പട്ടിയെയും പോലെ ആക്കി തല്ലിക്കൊല്ലുന്ന രീതിയിലാണ് ഞങ്ങളെ കുഞ്ഞിനെ അവർ തല്ലിക്കൊന്നിട്ടുള്ളത്. അവിടെയുള്ള പ്രവീൺ എന്ന് പറയുന്ന അധ്യാപകനെ കുറിച്ച് ആ കോളേജിലുള്ള വിദ്യാർത്ഥികൾക്ക് മുഴുവൻ പരാതികളുണ്ട്. കോളേജ് എന്ന് പറയുന്നത് ഒരു കലാലയമല്ല, മറിച്ച് കായികപരമായി വിദ്യാർത്ഥികളെ നേരിടുന്ന ഒരു കേന്ദ്രമാണ് എന്നുള്ളത് ഇന്ന് പരക്കെ പരാതിയുണ്ട്. കേരളത്തിനകത്തും പുറത്തുമുള്ള സ്വാശ്രയ കോളേജുകളിൽ ഇടിമുറി എന്ന സമ്പ്രദായം ഉണ്ടോ? അത് PR-ന്റെ റൂമാണ്. ഉണ്ടെങ്കിൽ അതെന്തിനു വേണ്ടി? എന്ത് പ്രശ്നം വന്നാലും PR-ന്റെ അടുത്ത് കൊണ്ടുപോകും. PR-ഒ അവിടെ തല്ലാറുണ്ട്. ഇവിടെ പാമ്പാടിയിൽ പറഞ്ഞതുപോലെ തന്നെ ഇടിമുറി എന്നൊക്കെ പറയുന്ന ഒരു കോൺസെപ്റ്റ്, ഇടിമുറി എന്നുള്ള കോൺസെപ്റ്റ് നമ്മളായിട്ട് സ്റ്റുഡൻസ് പറയുന്നതാണെങ്കിൽ പോലും അവിടെ അവരുടെ സ്പോർട്സ് റൂമാവും. നമ്മുടെ അവിടെ കോയമ്പത്തൂർ ഉണ്ടായിരുന്നത് അതായിരുന്നു. അവരുടെ സ്പോർട്സ് ഐറ്റംസ് വയ്ക്കാൻ അല്ലെങ്കിൽ ജിംനേഷ്യം അതിനുള്ള സ്പേസിലായിരിക്കും. അവിടെ വേറെ ആർക്കും പെർമിഷൻ ഉണ്ടാവത്തില്ല. അവിടെ സ്പോർട്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ പെർമിഷൻ ഉണ്ടാവുള്ളൂ. അവർക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ അവരെ ഒപ്പോസ് ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ, അവർക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ തീർച്ചയായിട്ടും അവിടെ പിടിച്ചുകൊണ്ട് വരും. ആദ്യം സ്റ്റാഫ് റൂമിലായിരിക്കും. സ്റ്റാഫ് റൂമിൽ ഒരു റൗണ്ട് കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അവിടെ നിന്ന് തന്നെ അവൻ്റെ നെറ്റും ബോൾട്ടും ഇറക്കിയിട്ടുണ്ടാവും. അതിനുശേഷം തീർച്ചയായിട്ടും അവർ ഈ ജിംനേഷ്യം പോലെയുള്ള സ്പേസിലേക്ക് കൊണ്ടുവരും. അവിടെ വന്നിട്ട് ശരിക്കും ക്രൂരമായിട്ട് തന്നെയായിരിക്കും അവരുടെ പീഡനവും കാര്യങ്ങളും നടക്കുന്നത്. ഇവിടെ മാനേജ്മെൻറ്റ് ഗുണ്ടകൾ സീനിയേഴ്സിനൊക്കെ അടിച്ചതായി ഞങ്ങൾക്ക് അറിയാനായിരുന്നു. കുറ്റക്കാരല്ലെങ്കിൽ പോലും സാർ ഞാനൊന്നും ചെയ്തില്ലെന്ന് ആദ്യം തന്നെ കയറി പറഞ്ഞാൽ പുള്ളി ഇടിയാണ്. അങ്ങനെ നമ്മുടെ പല സുഹൃത്തുക്കൾക്കും ഇടികിട്ടിയ അനുഭവമുണ്ട്. ഇവരുടെ മർദ്ദനം മൂലം തുടർന്ന് പഠിക്കാൻ പോലും പറ്റാതെ പഠനം നിർത്തിപ്പോയ ഒരുപാട് കുട്ടികളുണ്ട്. ആരോട് പരാതി പറയാനാണ്? ഇവിടുത്തെ മാനേജ്മെൻറ്റോട് പറഞ്ഞാൽ അവർ പിന്നെയും പിടിക്കും. അതാണ് ഇവിടെ നടക്കാറുള്ളത്. അത് മെയിനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കോളേജിൻ്റെ ഇവരുടെ മാനേജ്മെൻറ്റിൻ്റെ പാവകളാണെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇവരുടെ പണത്തിന് മേലെ പരിമിതം പറക്കില്ല എന്ന് പറയുന്ന അതേ സെയിം കോൺസെപ്റ്റാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം അവരുടെ ക്യാഷിനുള്ളിൽ നിന്നുകൊണ്ട് ഈ വട്ടോളി എന്ന് ഞങ്ങളൊക്കെ ഓമനപ്പേര് വിളിക്കുന്ന ഞങ്ങളുടെ ഒരു PT സാറുണ്ട്. വർഷങ്ങളായിട്ട് ആ കോളേജിലെ ഗുണ്ടായുസത്തിന് നേതൃത്വം കൊടുക്കുന്ന ഈ പുള്ളി തന്നെയാണെന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ആളിൻ്റെ മസിൽ പവറിൻ്റെയും ഇൻഫ്ലുവൻസിൻ്റെയും ബേസാണ് ഒരു മെയിനായിട്ട് അവർ യൂസ് ചെയ്യുന്നത്. പിന്നെ ഒന്ന് അവരുടെ മാനേജ്മെൻറ്റിൻ്റെ പവർ. ഇത് രണ്ടും വെച്ചിട്ടാണ് ഈ സ്റ്റുഡൻസിനെ അവർ സപ്രസ് ചെയ്തുള്ളിൽ അവർ പറയുന്ന ഒരു ചട്ടക്കൂടിനുള്ളിലേക്ക് ആക്കാൻ നോക്കുന്നത്. അതിനുള്ളിൽ നിൽക്കില്ല, അല്ലെങ്കിൽ അത് ഒരു സ്റ്റുഡൻറ്റിൻ്റെ അവകാശം അതിനപ്പുറത്തേക്ക് ഉണ്ടെന്ന് തിരിച്ചറിയുന്ന ആളുകൾ അതിനെ എതിർത്ത് പുറത്തേക്ക് പറയുകയോ അല്ലെങ്കിൽ മറ്റൊരാളോട് അത് ഷെയർ ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ അവിടെ വെച്ച് അവൻ്റെ പഠിത്തത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അവൻ്റെ കോഴ്സിൻ്റെ മേലൊരു റെഡ് മാർക്ക് ഇടും. കോളേജിന്റെ പഴയകാല ചരിത്രം അറിയുന്നതിന് പൂർവ്വ വിദ്യാർത്ഥികളുമായി സംസാരിച്ചതിൽ നിന്നുമാണ് കോളേജ് അധികാരികളുടെ ഇത്തരം കാടത്തങ്ങൾ ശേഷം മനസ്സിലാക്കി. ഇത് ഇവിടുത്തെ ആദ്യത്തെ ഒരു ഇൻസിഡൻ്റ് അല്ല. ഇവിടെ പല ഗുണ്ടകൾ വിട്ട് തല്ലിച്ച കഥ വരെ ഇവിടെ അറിയുന്നുണ്ട്. പൂർവ്വ വിദ്യാർത്ഥികളും എല്ലാ വിദ്യാർത്ഥികളും വെറുതെ ഒരു സ്വന്തം കോളേജിനെ പറ്റി കളവ് അറിയില്ലല്ലോ. വിദ്യാർത്ഥികൾ മാത്രമല്ല, അവിടെ ജോലി ചെയ്യുന്ന ചില അധ്യാപകരും വിദ്യാർത്ഥികളുടെ അതേ അവസ്ഥയിൽ തന്നെയാണ്. മാനേജ്മെന്റിനെതിരെ സംസാരിച്ചാൽ ഇടിമുറിയിലേക്ക് കൊണ്ടുപോകുന്നതും ജോലി കളയുന്ന അടക്കമുള്ള അച്ചടക്ക നടപടികൾ മാനേജ്മെന്റ് കൈക്കൊള്ളും. സാർമാരും നമ്മളെ പോലെ മാനേജ്മെന്റിനെ പേടിച്ചാണ് നിൽക്കുന്നത്. അവരുടേതായ വോയിസ് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. കാരണം ഈ മാനേജ്മെന്റ് അവരെയും ഇതേപോലെ അവർക്കും ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന അവർക്കും ഒരു പേടിയുണ്ട്. The behavior of vice principal is known to everybody. He doesn't know how to behave with the students, how to interact with the students. So almost having only the negative thoughts. Our vice principal നമ്മൾ ഒരുപാട് കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട്. ഓരോ ആക്ഷൻ നമ്മൾ എടുത്തിട്ടില്ല. ആദ്യമായിട്ട് ഞാൻ കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട്.
1/1/2014 ആ ഡേറ്റിലെയാണ് ഒരു ഒരു ഇൻസിഡൻറ്റ് വേണ്ടി ഞാൻ കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു മാനേജ്മെൻറ്റ് ഒരു ആക്ഷനും എടുത്തിട്ടില്ല. അതുപോലെ ഒരുപാട് കംപ്ലയിൻറ്റ്സ് ആളുമേലെ ഉണ്ട്, അവർ ഒന്നും എടുത്തിട്ടില്ല. ആൾ ഒന്നും വിചാരിക്കില്ല. ഇമ്മീഡിയറ്റ്ലി സ്റ്റാർട്ടഡ് ഷൗട്ടിങ് ലൈക്ക് ദാറ്റ്. സ്റ്റാർട്ടഡ് ഏതെങ്കിലും ചെറിയ പ്രശ്നമോ സ്റ്റുഡൻസോ സ്റ്റാഫ് ഏതെങ്കിലും ഇമ്മീഡിയറ്റ്ലി സ്റ്റാർട്ടഡ് ഷൗട്ടിങ്. എന്താണ് ഏതാണ് ഒന്നും അറിയില്ല. ഐ വിൽ സെൻഡ് യു ഔട്ട്, ഐ വിൽ ഡീബാർക്ക് യു. ഒരു നെഗറ്റീവ് ഒരു പേടിപ്പിക്കുന്നു സ്റ്റുഡൻസിയും. നോട്ട് ഓൺലി സ്റ്റുഡൻസ്, ഈവൻ ഫോർ ദ സ്റ്റാഫ് ഹീസ് ത്രെട്ടനിങ്. അത് അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എന്നെയും ത്രെട്ടൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റുഡൻറ്റ് ജിസ്നുവിൻ്റെ കേസിൽ അവർ 18 വയസ്സ് ചെറിയ കുട്ടിയാണ്. he doesn't tolerate, that is the reason he has committed suicide. So the incident was some different, but it has happened to me also. But I have given the complaint immediately on that evening itself. They didn't take any action. So if they have taken action on that day itself, it didn't happen. അവർ ഇതുപോലെ ഒരുപാട് കംപ്ലയിൻറ്റ് ആളുമേലെ വന്നിട്ടുണ്ട്, എടുത്തിട്ടില്ല. അവർ എന്ത് ആക്ഷനും എടുത്തിട്ടില്ല. അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഇന്നും ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ലോകം ആദരിക്കുന്ന, കുഞ്ഞുങ്ങളെ അത്രമേൽ സ്നേഹിച്ചിരുന്ന ചാച്ചാജിയുടെ പേരിൽ ഇങ്ങനൊരു വിദ്യാഭ്യാസ കച്ചവട സ്ഥാപനം നമ്മുടെ കേരളത്തിൽ ഉണ്ട് എന്നത് ലോകം മലയാളികൾക്ക് തന്നെ മാനക്കേടാണ്. നെഹ്റുവിൻ്റെ പേരിലാണ്, കുട്ടികളെ നന്നായി സ്നേഹിക്കുന്ന ചാച്ചാജി എന്ന് വിളിക്കുന്ന നെഹ്റുവിൻ്റെ പേരിലാണ് ഈ കാടത്തം, ഈ അറവുശാല പ്രവർത്തിക്കുന്നതെന്നുണ്ടാകുമ്പോൾ ഞങ്ങൾക്ക് വേദനയോടുകൂടിയാണ്. ക്യാമ്പസിൽ ഒരിക്കലും രാഷ്ട്രീയം പോയിട്ട് ഒരു 4 പേര് ഒരുമിച്ച് കൂടാൻ പോലുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഇതൊരു ജിഷ്ണു എന്നല്ല, ഇവരെല്ലാ സ്റ്റുഡൻസിനോട് ഈ നിലപാട് തന്നെയാണ് എടുക്കാറ്. ഒരു രാഷ്ട്രീയവാദം ഉള്ളത് കൊണ്ട് തന്നെയാണ് കുട്ടികൾക്കൊരു അവരുടെ അഭിപ്രായം പറയാനുള്ളൊരു സാഹചര്യം പോലും അവിടെ ഇല്ല. അവരെല്ലാ സ്റ്റുഡൻറ്റിനോടും ഒരേ നിലപാടിലാണ് പെരുമാറൽ. ആരോടും ഒരു മനുഷ്യത്വം എന്ന് പറയുന്ന സാധനം അത് അവർക്കില്ല. അവരോട് എന്തെങ്കിലും പ്രതിഷേധിച്ചാൽ അവർ ഇൻറ്റേർണൽ മാർക്ക് കട്ട് ചെയ്യുകയും അസൈൻമെൻറ്റ് അങ്ങനെ ഇൻറ്റേർണൽ കട്ട് ചെയ്യുകയും അറ്റൻഡൻസ് കട്ട് ചെയ്യുക, ഇങ്ങനെയൊക്കെ ഭയപ്പെടുത്തിയാണ് കുട്ടികളെ ഒഴിവാക്കാറ്. ഒരു 5-6 വർഷം മുമ്പ് ഈ കോളേജ് വലിയ കുഴപ്പമില്ലാതെ ഒരു അറിയപ്പെടുന്ന കോളേജായിരുന്നു. ഇവർ ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് കീഴിലായിരുന്നു ബിടെക് കോഴ്സ്. ഇത് ഈ സാങ്കേതിക വിദ്യാഭ്യാസ സർവകലാശാലേൻ്റെ കീഴിലേക്ക് മാറിയതോടുകൂടി ഈ മാനേജ്മെൻറ്റിന് അമിതമായ അധികാരങ്ങൾ ലഭിക്കുകയും ആ അധികാരം കുട്ടികളെ ടോർച്ചർ ചെയ്യാനും വേട്ടയാടാനും വേണ്ടിയിട്ട് ഇവർ ഉപയോഗപ്പെടുത്തുകയാണ് ഉണ്ടായിരുന്നത്. വിഷ്ണുവിൻ്റെ മൃതദേഹം ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ ഫ്രീസറിൽ സൂക്ഷിക്കുന്ന സമയത്ത് ഇവിടുന്ന് 19 നാട്ടുപേർ അവിടെ ഉണ്ടായിരുന്നു. എന്നോട് ചോദിച്ചു, ഞാൻ എവിടുന്ന് പത്രം എത്ര മണിക്ക് വരും? 4 മണിയാകുമ്പോൾ പത്രം വരും എന്ന് പറഞ്ഞു. അവർ 4-5 മുഖ്യധാര പത്രങ്ങൾ വാങ്ങിക്കൊണ്ടുവന്നു. ഞാൻ പേരെടുത്ത് പറയുന്നില്ല. ഇവിടുത്തെ ഏറ്റവും സർക്കുലേഷൻ ഉണ്ടെന്ന് അവകാശപ്പെടുന്ന പത്രങ്ങൾ പലരും 7 മണിക്കൊരു കുഞ്ഞിൻ്റെ ദാരുണമായ അന്ത്യം ഉണ്ടായിട്ടും അവരുടെ പത്രത്തിൽ വിളിപാടവലെ കുഞ്ഞ് മരിച്ചു കിടക്കുന്ന സ്ഥലത്തെ പത്രത്തിൽ വാർത്തയുണ്ടായിരുന്നില്ല. ഞങ്ങൾ ഒരു വട്ടം മനസ്സു മരവിക്കാതെ, പണത്തിന് കീഴ്പ്പെടാതെ ഒരു വട്ടം മാധ്യമ സുഹൃത്തുക്കളുടെ പിന്തുണ കൊണ്ടാണ് ലോകം ഇതറിഞ്ഞിട്ടുള്ളത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്ന് പറഞ്ഞാൽ അത്രയും മാധ്യമങ്ങളെപ്പോലും, വലിയ മാധ്യമങ്ങളെ, കോടിക്കണക്കിന് രൂപയുടെ പരസ്യമാണ്, മിനിറ്റുകളും മണിക്കൂറുകളാണ് നെഹ്റു കോളേജിൻ്റെ പരസ്യം വിഷ്വൽ മീഡിയയിലൂടെ മിന്നിമറിയുന്നത്. പത്രങ്ങളുടെ 1-ാം പേജുകൾ മുഴുവൻ നെഹ്റു കോളേജിൻ്റെ പരസ്യമാണ്. ഞങ്ങളെ കുഞ്ഞിൻ്റെ വാർത്ത കൊടുത്താൽ എന്ത് കിട്ടും നിങ്ങൾക്ക്? 18ഉം 20ഉം വയസ്സുള്ള കുട്ടികൾക്കെല്ലാം കോളേജിലെ പീഡനങ്ങൾക്കെതിരെ ശബ്ദമുയർത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും തങ്ങളുടെ ഭാവി കോളേജ് അധികാരികളുടെ കൈകളിലാണെന്നതുകൊണ്ട് അവരാരും തന്നെ ഇതിനെതിരെ പ്രതികരിക്കാൻ തയ്യാറാവുന്നില്ല. ഈ സംഭവം ഉണ്ടായതിനു ശേഷം കുറേ കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു. അവരും പറയുന്നത് ഞങ്ങൾക്ക് പ്രതികരിക്കാൻ പറ്റത്തില്ല, പ്രതികരിച്ചു കഴിഞ്ഞാൽ അറിയാലോ അവിടുത്തെ കാര്യങ്ങൾ, അതുകൊണ്ട് ഞങ്ങളെ ഇയർ ഔട്ട് ആക്കും, ഇൻറ്റേർണൽ മാർക്ക് കട്ട് ചെയ്യും, പിന്നെ ഞങ്ങൾക്ക് അവിടെ പഠിക്കാനുള്ളൊരു സാഹചര്യം വീണ്ടും ഉണ്ടാവില്ല. ഇവർക്കൊന്ന് ശബ്ദിക്കാനോ ഇവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കാനോ വേണ്ടിയിട്ട് ക്യാമ്പസുകളിൽ കഴിയുന്നില്ല. മാത്രമല്ല ഇവരെ അടിച്ചമർത്തൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അങ്ങേയറ്റത്ത് ആ ക്യാമ്പസിലെ വിദ്യാർത്ഥികളോട് സംസാരിക്കുമ്പോഴത്തേക്ക് അടിച്ചമർത്തലിൻ്റെ അങ്ങേയറ്റത്താണ് വിദ്യാർത്ഥികളെ ഇവിടുത്തെ സ്വാശ്രയ മാനേജ്മെൻറ്റുകൾ പോയി കൊണ്ടുപോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും കുട്ടികൾ തന്നെ ഭയങ്കരമായിട്ട് ഭയത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അവർ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്യാം. റാഗിങ് ഇല്ല എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ സീനിയേഴ്സും ജൂനിയേഴ്സും തമ്മിൽ അകത്തി നിർത്താനാണ് ഇവർ ശ്രമിക്കുന്നത്. അവർ തമ്മിൽ പരിചയമുണ്ടെങ്കിൽ അവർക്ക് പേടിയുണ്ട്. കോളേജുകാർക്ക് അവർ ഒന്നിച്ചൊരു ഇതായിട്ട് വന്ന് പ്രതിഷേധിക്കുന്ന അവർക്കൊരു പേടിയുണ്ട്. അതുകൂടി കണക്കിലെടുത്താണ് ഇവർ റാഗിങ് ഇവിടെ മനഃപൂർവ്വമായിട്ട് മാറ്റി നിർത്തിയിരിക്കുന്നത്.
എൻ്റെ ജീവിതം എൻ്റെ പോരാട്ടമാണ്. എൻ്റെ സംഗീതം അന്യൻ്റെ വാക്കുകളാണ്. ജിഷ്ണുവിൻ്റെ മുറിയിൽ ജിഷ്ണു എഴുതി വച്ചിരുന്ന വാക്കുകൾ. തൻ്റെ സ്വപ്നങ്ങൾക്കനുസരിച്ച് ജീവിതം കെട്ടിപ്പടുക്കണമെന്ന ജിഷ്ണുവിൻ്റെ നിശ്ചയദാർഢ്യം ഈ വാക്കുകളിൽ തന്നെ ഉണ്ട്. ഞാൻ നിങ്ങൾ തൊട്ടടുത്ത മുറിയിൽ, മുകളത്തെ മുറിയിൽ അവൻ്റെ ഒരു പഠന മേശയുണ്ട്. ഞാനത് കണ്ടപ്പോൾ എത്ര മഹാനായ, ഇത്ര കഴിവുള്ള ഒരു മോനാണ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. അവൻ എഴുതിയത് എൻ്റെ ജീവിതം എൻ്റെ പോരാട്ടമാണ്, റെവല്യൂഷനാണ്. അന്യൻ, എൻ്റെ സംഗീതം അന്യൻ്റെ വാക്കുകളാണ്. നിങ്ങൾ എഴുതിയത് നോക്കൂ. എത്ര മഹാന്മാരാണ് അങ്ങനെ എഴുതി വെക്കുക? എത്ര മഹാന്മാർക്കാണ് അങ്ങനെ എഴുതാൻ കഴിയുക? നമ്മൾ കുറിച്ചു വെച്ചിട്ടുണ്ടോ? അവൻ അങ്ങനെ കുറിച്ചു വെച്ചത് അവൻ പോകുമെന്നുള്ള നിശ്ചയം അവനുണ്ടോ എന്നൊരു സംശയം ഞങ്ങൾക്ക് തോന്നുന്നു. ജിഷ്ണുവിൻ്റെ മരണത്തിന് കാരണക്കാരായ കോളേജിൻ്റെ മാനേജ്മെൻറ്റിനെതിരെ കൃഷ്ണദാസ് ആയാലും സഞ്ജിത്ത് ആയാലും അധ്യാപന പ്രവീൺ ഉൾപ്പെടെയുള്ള ആൾക്കാർക്കെതിരെ കൃത്യമായ അന്വേഷണം നടത്തണം. അവരെ നിയമ നടപടിക്ക് വിധേയമാക്കണം. അതുപോലെ തന്നെ ഇത്തരം ശാസ്ത്രീയ എഞ്ചിനീയറിംഗ് ലോബികളെ, ഗുണ്ടകളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി കർശനമായ നിയമനിർമ്മാണം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം. ജിഷ്ണുവിൻ്റെ മരണത്തിന് കാരണം വൈസ് പ്രിൻസിപ്പാളും പിന്നെ മാനേജ്മെൻറ്റുമാണ്. ഒന്ന് ചോദിച്ചോട്ടെ, നിങ്ങളൊക്കെ അധ്യാപകർ തന്നെയാണോ? അതോ അധ്യാപക ജോലി ചെയ്യുന്ന മാനേജ്മെന്റ് ഗുണ്ടകളോ? ഇങ്ങനെ വിദ്യാഭ്യാസ കച്ചവടത്തിൻ്റെ പേരിൽ സ്വയം നിയമം കയ്യിലെടുക്കുവാനും സ്വയം വിദ്യാർത്ഥികളെ ഹറാസ് ചെയ്യുവാനുമുള്ള ഇത്തരം താന്തോന്നി നിലപാടുകൾക്കെതിരെയുള്ള പോരാട്ടം ശക്തമായി കേരളത്തിൽ ഉയർന്നു വരിക തന്നെ ചെയ്യും. ഇനിയൊരു ജിഷ്ണു ഈ ക്യാമ്പസ് ലോയിൽ രാജ്യത്ത് ഉണ്ടാകാൻ പാടില്ല. അവരെ നിയമത്തിന് മുന്നിൽ തന്നെ കൊണ്ടുവരണം. ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, ഞങ്ങളെ കുട്ടി നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനിയൊരു കുഞ്ഞിനും ലോകത്ത് ഈ ഗതി വരരുത്. ഇവനെ കൊല്ലാക്കൊല ചെയ്ത 4 പേരെയും നിയമത്തിൻ്റെ അങ്ങേയറ്റത്തെ ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നത് വരെ ഞങ്ങൾ അങ്ങേയറ്റത്തും വരെ അതിനു വേണ്ടി ഇതാവും. അതിനെന്ത് വിറ്റുപറിക്കുക. അവർ കോടീശ്വരന്മാരായിരിക്കും. ഞങ്ങൾക്ക് ഉള്ളതെല്ലാം വെറ്റുപറിക്കും ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് ഉണ്ടാകും. വളരെ ദുരൂഹത നിറഞ്ഞ ചില സംഭവങ്ങളുണ്ട്. അതുൾപ്പെടെ അന്വേഷിക്കണം. അവിടുത്തെ ചില മാനേജ്മെൻറ്റിൻ്റെയും ചില അധ്യാപകരുടെയും ഒക്കെ തന്നെ വ്യക്തിപരമായ ചിലരുടെ ഇതിലുള്ള ഇടപെടൽ ഉൾപ്പെടെ പരിശോധിക്കണം. ഒരാളെയും വെറുതെ വിടാൻ വേണ്ടി പാടില്ല. ഇവർക്ക് തൂക്കുകയർ വരെ ലഭിക്കുന്ന രീതിയിൽ ലഭിച്ചാലേ ഞങ്ങളെ കുഞ്ഞിന് നീതി ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് അങ്ങേയറ്റം, ഏതറ്റം വരെയും, നിയമ സംവിധാനത്തിൻ്റെ ഏതറ്റം വരെയും പോകാൻ ഞങ്ങൾ ഒരുക്കമാണ്. നഷ്ടപ്പെട്ടത് സഹിക്കാൻ പറ്റാത്തൊരു ഇതാണ്, ഒരിക്കലും സഹിക്കാൻ പറ്റാത്തത്. പിന്നെ എങ്ങനെ ഞാൻ അങ്ങോട്ട് എങ്ങനെ ജീവിക്കുമെന്ന് തന്നെ എനിക്ക് ശരിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ കൊലക്കുറ്റത്തിന് കേസെടുത്ത് അവരെ ശിക്ഷിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഇതിൻ്റെ പ്രതികളെ ശരിക്കും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം. സത്യം മാത്രങ്ങൾ തെളിയിക്കണം. സത്യം തെളിയിച്ചാൽ മതി. പെറ്റമ്മയുടെ വികാരം ഈ ഒരു രൂപത്തിലുള്ള ഒരു ഗുണ്ടാ സംഘം ഇതുപോലെ സ്ഥാപനം നടത്തി ആ മക്കളുടെ ഭാവി കവരുന്ന ഗുണ്ടാ സംഘത്തെ അനുവദിക്കാൻ പാടില്ല. എൻ്റെ മോനൊരിക്കലും അങ്ങനെ ചെയ്യൂല. സത്യം കൊണ്ടുവരണം, പുറത്ത് കൊണ്ടുവരണം. ഞാനിപ്പം വിചാരിക്കുന്നത് എൻ്റെ മോൻ നാടിന് വേണ്ടി നമ്മളെ ഇന്ത്യ കാക്കുന്ന ജവാനില്ലേ, ആ ജവാന് എന്തെങ്കിലും അബദ്ധം പറ്റുന്നില്ലേ, അതുപോലെ അങ്ങനെ ഒന്ന് പറ്റിയതാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ അഭിമാനിക്കുന്നുണ്ട് ഓരോരിക്കലും. കയ്യിൽ കുറച്ച് പണമുണ്ടെങ്കിൽ ആർക്കും സ്വാശ്രയ കോളേജുകൾ തുടങ്ങാമെന്ന അവസ്ഥയാണ് കേരളത്തിലെ മിക്ക എഞ്ചിനീയറിംഗ് കോളേജുകളുടെയും കഥകൾ പരിശോധിച്ചാൽ മനസ്സിലാകുന്നത്. കോളേജ് നടത്താൻ യാതൊരു യോഗ്യതയുമില്ലാതെ ലാഭം മാത്രം ലക്ഷ്യമാക്കി
കള്ളും കശുവണ്ടി കച്ചവടവും നടത്തി പരിചയമുള്ളവർ കോളേജ് നടത്താൻ ശ്രമിച്ചപ്പോൾ സാക്ഷര കേരളത്തിന് വിദ്യാഭ്യാസ രംഗത്തുണ്ടായിരുന്ന ഒരു യശസ്സാണ് നഷ്ടമായത്. ശേഷം ഇനി നാളെ രാത്രി 10:30